അസ്സലാമു ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മൾ ഈവനിങ്ങിൽ സാധനം കൊണ്ടൊക്കെ പോകുന്നതിന് വളരെ നേരം വൈകിട്ടാണ്. അപ്പം ഇനി യാത്രയിൽ കാണാൻ പറ്റും. വള്ള അപ്പം മക്കളെ നമ്മൾ പറഞ്ഞ ഇന്ന് നല്ല മഴയാണ്, രാവിലെ തന്നെ മഴയാണ് കേട്ടോ. ഇപ്പോൾ 4 ദിവസം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ചെറിയൊരു വെള്ളപ്പൊക്കം കൂടി പ്രതീക്ഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എല്ലാ ജില്ലകളിലും വരും മഴ തന്നെയാണ്. മലപ്പുറം ജില്ലയിലുണ്ട്, പക്ഷെ മലപ്പുറം ജില്ല അത്ര കാര്യമായിട്ടില്ലെങ്കിലും പക്ഷെ വരും കാലങ്ങളിൽ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നല്ല മഴയാണ്, നേരം പെയ്യും ചെയ്തിരിക്കണത്. റോഡ് തന്നെ ഭയങ്കര സ്ലിപ്പിംഗ് ആണ്, പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും പോകുന്നുണ്ട്. ഏതായാലും മോളെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നേരം പെയ്യും ചെയ്തു. നേരത്തെ പോകണത് ഞാൻ നേരം പോകും. നേരെ 9 മണിയായി. കുട്ടികളൊക്കെ പുറത്താണെങ്കിൽ നേരമായി. ഉള്ളിക്കര 1 മണിക്കൂറുള്ളേ ഉള്ളൂ. പിന്നെ ഈ സമയത്തൊക്കെ ഞാൻ പൊക്കോടയും പിന്നത്തെ പയമ്പരൊക്കെ ഇട്ട് കഴിഞ്ഞ നേരമായി. ഏതായാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, യാത്രയിലാണ്. അത് കൂടുതലായി നമുക്ക് ക്യാമറ നോക്കി വർത്താൻ പറയാൻ പറ്റില്ല, റോട്ടിൽ കൂടെ വണ്ടി ഓട്ടല്ലേ, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉള്ള സമയം വെച്ചൊരു വീഡിയോ എടുത്താണ്. ഏതായാലും കിടങ്ങായി കൂടെ നമ്മൾ തിരിഞ്ഞ് പെട്ടെന്ന് പോകാൻ ആളൊക്കെ ആ ബ്ലോക്ക് ആയിരുന്നിപ്പോൾ വർക്കിംഗ് ഡേയ്സ് അല്ലേ, തിങ്കളാഴ്ച ആയതുകൊണ്ട് കണ്ടമാനം വണ്ടിയും സാറന്മാരൊക്കെ ഇറങ്ങിയിട്ട് ആകെ സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പുകയായിരുന്നു. മഞ്ചേരങ്ങളിലൂടെ പോകാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കിടങ്ങായി കൂടെ പോകണം. കിടങ്ങായി റിസ്ക്കാണ്, സംശയമാണ്. കിടങ്ങായി ഇവിടെ ഭയങ്കര ആൾ കൂടിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇവിടെ വണ്ടിയും കാര്യമൊക്കെ വന്നു. അപ്പോൾ അവിടെ മരണം ബ്ലോക്കല്ല കേട്ടോ. അങ്ങനെ പാർക്കിംഗ് ഇവിടെ വരുന്നത് പള്ളിയിലാണ്. ഇതൊക്കെ വെള്ളം കൂടിയിട്ടാണ്. അത് പച്ചക്കറിൻ്റെ ആവും, അത് പച്ചക്കറിൻ്റെ പേര്. പുതിയ റോട്ടറൊക്കെ അറിയണേ. അങ്ങനെ ഗുഡ് ബൈ. അങ്ങനെ മക്കളെ നമ്മൾ തുറക്കലെത്തിട്ടോ. ബ്ലോക്കാണ് കേട്ടോ, ചെറുതായിട്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ഒരു വണ്ടിയുടെ വരഞ്ഞിട്ട് അങ്ങനെ തുറക്കൽ അങ്ങാടിയിലെത്തി. അങ്ങാടിയിൽ കുറച്ചൊരു ബ്ലോക്ക് ഉണ്ട് ഈ ജംഗ്ഷനിൽ. അത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവും. സ്കൂൾ വണ്ടിൻ്റെ തിരക്കാണ് രാവിലത്തെ. ഇവിടെ അങ്ങോട്ടും കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സിഗ്നലൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നേരെ പോണത് വണ്ടിക്കാർ ശ്രദ്ധിച്ച് പോവാം. അത്രയുള്ളൂ. വണ്ടിക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ ലോറിക്കാരവിടെ വിലങ്ങും. ഒരാൾ പോകാൻ ഒരാൾക്ക് നേരം മാറും. അവിടെ എത്തി മക്കളെ. മാത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. ക്യാൻറ്റീനിലെത്തി. തിരക്കിട്ട പണിയിലാണ്. ക്യാമറ നോക്കി വർത്താണ്ടാണ് കഴിയുന്നത്. ഇരിക്കമായി പറയാം. നേരെ നല്ല വൈകിയാണ്. പാല് തളിച്ച് വെള്ളം വെക്കുക. ചായ കണ്ടിട്ടപ്പം 2 വെക്കുക. പഴംപൊരി ഇട്ടിട്ടുണ്ടോ കുറേ കൊണ്ടുവച്ചിക്കണം. മസാല കൊണ്ട കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഉള്ളിവാടിയും പരിപ്പോടെ ഇടാണ്ട്. അന്ന് മോളെ ഒരു പരിപാടി ഉണ്ട്, CP ഡാൻസ്. അപ്പോൾ ഒന്ന് അതിൻ്റെ പരിപാടി സെറിബ്രൽ പാൽസി ഡേ എന്ന് പറഞ്ഞൊരു ദിവസമാണ്. അതായത് ഭിന്നശേഷി കുട്ടികളൊരു പരിപാടി ദിവസമാണ്. അതായത് ഓരോ വാർഷികമാണ് ഈ കൊല്ലത്തിലുണ്ടാകുന്നത്. അതിൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന്, കലാപരിപാടിയൊക്കെ ഉണ്ട് സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഇതിൽ വരും കേട്ടോ. ഈവനിങ്ങിൽ നീല നെയിമിൽ വരാം, ഈവനിങ്ങിൽ വരും കേട്ടോ. കുറച്ച് വീഡിയോ എടുക്കണമുണ്ട്, സൗകര്യപ്പെടാണ്ട് എടുക്കണമെന്നുണ്ട്. മയം കാര്യമൊക്കെയാണ്, എങ്ങനെ നോക്കട്ടെ. അങ്ങനെ സ്റ്റേജിൽ പരിപാടി നടത്താൻ കഴിയില്ലാതാണുള്ളത്. അപ്പം ഇവിടെ ഈ പിന്നെ ഒരു എന്താ ഇതാണ് നടത്തുന്നത്. ലാബിലാകുമ്പോൾ ഒതുങ്ങിയ റൂമാണ്. കൂടുതൽ പ്രോത്സാഹനം കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഓപ്പൺ സ്റ്റേജ് ആകുമ്പോൾ അതിൽ പ്രത്യേകത ഉണ്ടാവും. വേറെ മഴ കൊണ്ട് ഈ കുട്ടികളെ കൊണ്ടുള്ള പുതിയ സ്റ്റേജ് ക്ലിയർ ആവും. പക്ഷേ കുട്ടികൾക്കൊക്കെ മഴ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടാൻ വേണ്ടി വന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാക്കുകയെന്ന് പറഞ്ഞത്. ഏതായാലും നോക്കട്ടെ, വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കാം. ഓക്കെ, ആ കാര്യം എടുത്തോക്കാം. തുടങ്ങേ അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയും നോക്കാം. കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കിയാണ്. കടികൾ ഉണ്ടാക്കാൻ അപ്പോൾ ഒരു കറണ്ട് പോയി. കുട്ടികളെ പരിപാടിയൊക്കെ ഇല്ലാണ്. അപ്പോൾ ഇന്ന്
കൂടുതൽ പിന്നെ സമയം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ഉള്ളിവാടിയും പരിപ്പാടി ഇടാണ്ട് കേട്ടോ, നല്ല ഫുള്ളാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഏകദേശം റെഡിയായി, ഇന്നത്തെ റെഡിയായി. പിന്നെ പക്കോട ഇടാണ്ട് കഴിഞ്ഞാൽ ഏകദേശം ഫുള്ളായി. 6 ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും പുതിയ മുത്തുപണികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ഓർമ്മ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നും പറഞ്ഞാൽ എല്ലാവർക്കും പുറത്ത് കേട്ട് കൊടുക്കും, എന്നാലും പറയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അങ്ങനെ ഞങ്ങൾ ഈവനിങ്ങിൽ തിരിച്ചെത്തിട്ടോ. തിരിച്ചെത്തി കുറച്ച് വൈകിട്ടാണെങ്കിലും സംഗതികളൊക്കെ സാധനം റെഡിയാക്കി തുറന്നിട്ടുണ്ട്. എന്ന് ചീഞ്ഞ മഴയാണ്. അപ്പോൾ മോനൊരു മാസ്ക് വാങ്ങിക്കണം. അപ്പോൾ ഓനൊരു ബോട്ടിംഗ് പൂളിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഓല് പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷകൾ പോയിക്കുകയാണ്. എനിക്കവിടെ പോകാൻ പറ്റില്ല, കാരണം ആളില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, മറ്റാൾ എത്തിയിട്ടില്ല. അങ്ങനെ ഏതൊരു സംഭവം തുറന്നിട്ടുണ്ട്. ചൂടാണേ.